വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. അപ്പോൾ നമുക്ക് ബാഴ്സലോണിനെ കുറിച്ചൊരു കാര്യം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ അടുത്ത് കേട്ട ന്യൂസാണ് ഡാനി ഓൾമോൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ക്രൈസിസ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഡാനി ഓൾമോൻ്റെ സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാം. ഡാനി ഓൾമോൻ്റെ സൈനിങ് എന്തിനായിരുന്നു എന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഡാനി ഓൾമോ ഇപ്പോൾ കളിക്കുന്ന പൊസിഷനിൽ നമുക്ക് പ്ലെയേഴ്സിൻ്റെ കുറവൊന്നുമില്ല. അവിടെ അത്യാവശ്യത്തിന് കളിക്കാൻ നമുക്ക് പ്ലെയേഴ്സ് ഉണ്ട്. 55 മില്യൺ മുടക്കിയിട്ട് ഒരു പ്ലെയറെ അവിടെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു പ്രിഫേർഡ് സൈനിങ് ആയിരുന്നില്ല ഒരിക്കലും ഡാനി ഓൾമോ എന്ന് പറയുന്നത്. അത് പ്യൂർലി നമ്മുടെ ലപ്പോർട്ടൻ്റെ സൈനിങ് ആണ്. അത് ഡാനി ഓൾമോ ആ യൂറോയിലൊക്കെ നന്നായിട്ട് കളിച്ചതുകൊണ്ടും അതുകൊണ്ടൊക്കെ ലപ്പോർട്ട ചുമ്മാ പിടിച്ചു കൊണ്ടുവന്നൊരു സൈനിങ് ആണ് ഡാനി ഓൾമോ. അതും 55 മില്യൺ പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. ആ എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഒരു ലോ കോസ്റ്റ് പ്ലെയറെങ്കിലും കൊണ്ടുവരാമായിരുന്നു. പ്ലസ് നമുക്കൊരു ബാക്കപ്പ് സ്ട്രൈക്കറെ സൈൻ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു ലോ കോസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെങ്കിലും കൊണ്ടുവരാമായിരുന്നു. ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ 2 പോസ്റ്റിലേക്ക് 2 ലോ കോസ്റ്റ് പ്ലെയേഴ്സിനെങ്കിലും കൊണ്ടുവരാമായിരുന്നു, ബാക്കപ്സിനെങ്കിലും സൈൻ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. മൂപ്പര് നേരെ പോയത് എങ്ങോട്ടാണ്? RB ലൈപ്സിഗിലേക്ക് ഡാനി ഓൾമോക്ക് വേണ്ടിയിട്ട്. നമ്മൾ അന്നും പറഞ്ഞാണല്ലോ ഡാനി ഓൾമോൻ്റെ ഇഞ്ചുറി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ആൾ എപ്പോഴും ഇഞ്ചുറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. അപ്പം ബാഴ്സൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇഞ്ചുറി വരുന്നൊരു പ്ലെയറെ താങ്ങാനുള്ള ശേഷി നമുക്കുണ്ടോ? നമുക്കില്ല. ഒരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലെയർക്ക് വേണ്ടി 55 മില്യൺ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മോശം ബിസിനസ്സാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡാനി ഓൾമോക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ക്ലബ്ബ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നോ? നമ്മളോട് ഏതെങ്കിലും ക്ലബ്ബ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നോ? ആരും വന്നില്ല. നമ്മൾ പോയി നമ്മൾ വാങ്ങി, അത്രേ ഉള്ളൂ. ആരും നോക്കാൻ കുറച്ചൊന്നും മടിക്കുന്ന പ്ലെയറാണ്. ഈ 55 മില്യൺ എന്നൊക്കെ പറയുന്ന സമയത്ത് ഡാനി ഓൾമോ ആരും നോക്കാൻ മടിക്കും. കാരണം ഒരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു പ്ലെയർക്ക് അത് അത്ര കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊണ്ടുവന്നു. ആളെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി. 3rd വീക്കിലെങ്ങാനാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതും ക്രിസ്ത്യൻസൺ ഇഞ്ചുറി പറ്റി പുറത്തു പോയ കാരണം ആളുടെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ശരിക്കും ആളെ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പം ആ കോൺട്രാക്റ്റിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു, സീസണിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഡിസംബർ 31 ശേഷം ആൾ ഫ്രീ ഏജൻ്റ് ആവും, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനായിട്ട് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നു ലാലിഗ എഗ്രി ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ അത്ലറ്റിക്കോ മാഡ്രിഡും സെവില്ലൊക്കെ അത് കോർട്ടിൽ പോയി ചാലഞ്ച് ചെയ്തു. അങ്ങനെ കൊമേഴ്ഷ്യൽ കോർട്ട് വിധിച്ചത് ആളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റൂല എന്നാണ്. അപ്പം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താവും? സ്വാഭാവികമായിട്ടും ഡാനി ഓൾമോ ഫ്രീ ഏജൻ്റ് ആവും. അപ്പോൾ ഡാനി ഓൾമോ ക്ലബ്ബ് വിട്ട് പോകും, വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്യും. സോ നഷ്ടം. അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇതിനൊരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ ലപ്പോർട്ട കണ്ടെത്തിയത് നമ്മുടെ പുതിയ സ്റ്റേഡിയം ഉണ്ടല്ലോ, അതായത് നമ്മുടെ പണി കഴിഞ്ഞ് ഇനി തുറക്കാൻ വേണ്ടി പോകുന്ന ക്യാമ്പ് നൗ. ഈ ക്യാമ്പ് നൗവിൻ്റെ VIP ബോക്സിൻ്റെ റൈറ്റ്സ് ഒരു സൗദി ഫേമിന് വിൽക്കുക എന്നുള്ളത്, സെല്ല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റൈറ്റ്സ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 100 മില്യൺ യൂറോസ് എങ്ങാനുമാണ്. അപ്പോൾ ആ 100 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ യെസ്, പ്രോബ്ലം സോൾവ്ഡ്. അതായത് നമുക്കിപ്പോൾ പാവു വിക്ടറിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ ഓൾമോൻ്റെ രജിസ്ട്രേഷനൊക്കെ വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എക്കണോമിക് ലിവർ പുൾ ചെയ്തു. അതായത് നമ്മൾ ആ സ്റ്റേഡിയത്തിൻ്റെ VIP ബോക്സിൻ്റെ റൈറ്റ്സ് സെല്ല് ചെയ്തു. അങ്ങനെ നമ്മൾ ഡാനി ഓൾമോൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുവാണ്. പ്രോബ്ലം സോൾവ്ഡ്, ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിങ്ങനെ ലിവർ പുൾ ചെയ്യുന്ന കാരണം, അല്ലെങ്കിൽ നമ്മളുടെ ഈ അസറ്റ്സൊക്കെ നമ്മൾ ഇങ്ങനെ സെല്ല് ചെയ്യുന്ന കാരണം, അതിൻ്റെ റൈറ്റ്സൊക്കെ സെല്ല് ചെയ്യുന്ന കാരണം അതിൽ നിന്നുള്ള റവന്യൂ ഒക്കെ നമുക്ക് ലോങ് ടേമിൽ നഷ്ടപ്പെടുവാണ്. ഓക്കെ, ഇപ്പോൾ ഈ VIP ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ 20 ഇയേഴ്സിനാണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുള്ളത്, അതും 100 മില്യൺ. ശരിക്കും നമ്മളുടെ VIP ബോക്സിൻ്റെ വാല്യുവേഷൻ എത്ര അറിയോ? 200 മില്യൺ പ്ലസ് ആണ്. 200 അല്ലെങ്കിൽ 250. നമ്മൾ ക്യാമ്പ് നൗ പക്ക പണി കഴിഞ്ഞ് നമ്മൾ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ 300 ഒക്കെ ഹിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വാല്യുവേഷനാണത്. അതായത് നമ്മൾ VIP ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ വാല്യുവേഷനുള്ളൊരു സാധനമാണ് ഡാനി ഓൾമോക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറും 100 മില്യൺ സെല്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറയുന്ന പൈസക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സാധനം കിട്ടണമെന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല.
ഒരു സൗദി ഫേമിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് അവസ്ഥ നമ്മളുടേതാണ്. ഡാനി ഓൾമോനെ എങ്ങനെയും രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അവന്മാർ പറയുന്ന പൈസക്ക് 200 മില്യൻ്റെ സാധനം 100 മില്യൺ നമ്മൾ എഗ്രി ചെയ്യേണ്ടി വരും. അങ്ങനെ ലപ്പോർട്ട എഗ്രി ചെയ്തു. അങ്ങനെ നമുക്ക് ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ വേണ്ടി പറ്റും, അത് പ്രശ്നമില്ല. പക്ഷേ ലോങ് ടേമിൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഡാനി ഓൾമോ എന്ന് പറയുന്ന ഒറ്റ പ്ലെയർക്ക് വേണ്ടിയിട്ട് ആ VIP ബോക്സ് സാക്രിഫൈസ് ചെയ്തു എന്ന് ഞാൻ പറയുള്ളൂ. അതിനിപ്പോൾ ക്യാമ്പ്നോ ഓപ്പൺ ആക്കിയിട്ട് ഒരു 200 മില്യൺ അതിൻ്റെ റൈറ്റ്സ് 20 കൊല്ലത്തിന് 15 കൊല്ലത്തിന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒറ്റ പ്ലെയറെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് സെല്ല് ചെയ്ത് വെറും പകുതി വാല്യുവേഷൻ, അത് ആലോചിക്കണ്ടേ. നമുക്കിതിൽ 100 മില്യൺ പ്ലസ് നഷ്ടമാണ്. വെറും പകുതി വാല്യുവേഷന് നമ്മൾ ഒറ്റ പ്ലെയർക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ സെല്ല് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് എന്താ? ഡാനി ഓൾമോനെ നമ്മൾ സൈൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഡാനി ഓൾമോനെ നമ്മൾ സൈൻ ചെയ്തു, ആ പ്ലെയർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ VIP ബോക്സിൻ്റെ ലിവർ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. ആൻഡ് ലോങ് ടേമിൽ അത് നമ്മളെ മോശമായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് കുത്തുവാളെടുത്ത് നിൽക്കുന്ന സമയത്താണ്. അങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ മോശം ബിസിനസ്, ഡെഫിനറ്റ്ലി ഒരു മോശം ബിസിനസ്സാണ് നമ്മൾ ഡാനി ഓൾമോൻ്റെ കേസിൽ ചെയ്തിട്ടുള്ളത്. ഡാനി ഓൾമോ നല്ല പ്ലെയറാണ്, സംശയമില്ല, ക്വാളിറ്റി ഉണ്ട്. അവർ എമ്മൊക്കെ കളിക്കാൻ പറ്റിയ പ്ലെയറാണ്. ആൾ ഗോൾ സ്കോർ ചെയ്യും, ആൾ അസിസ്റ്റ് കൊടുക്കും, ആളുടെ കളി കാണാൻ രസമാണ്. ഇതൊക്കെ ഫാക്റ്റാണ്. പക്ഷേ ബാഴ്സക്ക് ആൾ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആസ് എ ഫാൻ എന്നുള്ള രീതിക്ക് എൻ്റെ ഒരു വ്യൂ ഒന്നും പറയാം. ഇത് സൈൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഫുട്ബോൾ പിവറ്റിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു തരത്തിലും ആവശ്യമില്ലാത്തൊരു പ്ലെയറാണ്. ചുമ്മാ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു, ആ പ്ലെയർക്ക് വേണ്ടി ലിവർ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നു. സോ ഫിനാൻഷ്യലി എടുത്ത് നിൽക്കുന്ന സമയത്ത് എഗെയിൻ മോശം ബിസിനസ് ചെയ്യുന്നു. വീണ്ടും നമ്മളെ കയ്യിലിരിക്കുന്നപ്പോൾ നമ്മളിപ്പോൾ ഫ്യൂച്ചറിൽ ഇതിൻ്റെയൊക്കെ റൈറ്റ്സ് സെല്ല് ചെയ്യും. അതായത് ഈ ലിവർ കുറേയൊക്കെ കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുന്നു നമുക്കറിയാം. പക്ഷെ പകുതി വാല്യുവേഷനിലൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് 100 മില്യൺ പ്ലസ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാം. ഭയങ്കര മോശമാണ് ലപ്പോർട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവുന്നത്. ചിലരൊക്കെ പറയുന്നുണ്ട് ലപ്പോർട്ട ഡിഡ് ഇറ്റ് അഗെയിൻ, എക്കണോമിക് ലിവർ വലിച്ചു. നമ്മൾ പൗ വിക്ടറിനെയും രജിസ്റ്റർ ചെയ്യും, അതുപോലെ തന്നെ ഡാനി ഓൾമോനെ രജിസ്റ്റർ ചെയ്യും. പക്ഷേ ലോങ് ടേമിലേക്ക് ആലോചിച്ച് നോക്കി, ലോങ് ടേമിൽ ഇതിന്നൊന്നും റവന്യൂ നമുക്ക് വരില്ല. VIP ബോക്സിൽ നിന്ന് റവന്യൂ നമുക്ക് വരില്ല. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറേ റൈറ്റ്സ് വേറെ പല ഇൻവെസ്റ്റേഴ്സിന് സെല്ല് ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും റവന്യൂ നമുക്ക് വരില്ല. റവന്യൂ ഒക്കെ അങ്ങോട്ടാണ് പോവുക. എത്ര പെർസെൻറ്റേജ് ആണോ നമ്മൾ റൈറ്റ്സ് സെല്ല് ചെയ്തിട്ടുള്ളൂ, ചെറിയ പെർസെൻറ്റേജൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഐ മീൻ എത്രയാണോ, ഇപ്പോൾ 80% നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന 80% റവന്യൂ അവർക്കാണ് പോവുക, 20% നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഭയങ്കര ശോകാവസ്ഥയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. വേണ്ടാത്തൊരു പ്ലെയറെ കൊണ്ടുവന്നിട്ട് വേണ്ടാത്തൊരു ലിവർ ആക്ടിവേറ്റ് ചെയ്ത് ആ പ്ലെയറെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ഫിനാൻഷ്യലി കുത്തുവാളെടുത്തിക്കുന്ന സമയത്ത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ ആളെ വീണ്ടും റീ രജിസ്റ്റർ ചെയ്തിട്ട് ആൾക്കൊരു ഇഞ്ചുറി വന്നു, സീസൺ ഫുൾ ആൾ ഔട്ടായി കഴിഞ്ഞാലോ? അങ്ങനെ ഇഞ്ചുറി വരാൻ പോസിബിലിറ്റി, ആൾ ഔട്ടാവാതിരിക്കട്ടെ, അങ്ങനെ ഇഞ്ചുറി വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഡാനി ഓൾമോ എന്ന് പറയുന്നത്. ആളുടെ ഇഞ്ചുറി റെക്കോർഡൊക്കെ കണ്ടതല്ലേ. കഴിഞ്ഞ 2-3 വർഷം എടുക്കുകയാണെങ്കിൽ ആൾ പകുതി ടൈം എങ്ങാനോ കളിച്ചിട്ടുള്ളൂ. എനിക്ക് എക്സാക്ട്ലി നമ്പേഴ്സൊന്നും ഓർമ്മയില്ല. ആൾ ഓൾമോസ്റ്റ് പകുതി ടൈമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ അതാണ് അവസ്ഥ. ബാഴ്സിൻ്റെ ബിസിനസ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര ശോകാവസ്ഥയാണ്. ഇനിയിപ്പോൾ അടുത്ത സമ്മറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റാഫേലിയാനെ നോക്കുമെന്ന് പറയുന്നുണ്ട്. റാഫേലിയാൻ എങ്ങനെ നോക്കും? 100 മില്യൺ പ്ലസ് AC മിലാൻ ചോദിക്കും. പിന്നെ കൊടുത്തിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ആളത്തെ ഒരുമാതിരി തൊലിഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇവിടെ വന്നിട്ടെങ്കിലും നന്നാവുമെന്ന് വിചാരിക്കാം. ഇൻകേസ് വന്നാൽ ഓക്കെ, ഇൻകേസ് വന്നു കഴിഞ്ഞാൽ ഈ ഓൾമോനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ റാഫേലിയ വന്നാൽ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഇൻകേസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അല്ല അപ്പം ഞാനെന്താ പറയുക. അപ്പം അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, കുറച്ച് വികാരം കൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.